ബിഗ് ബോസ് സീസൺ 8 ഇപ്രാവശ്യം ഒരു ടാസ്ക് നടത്തിയായിരുന്നു. ഇപ്പോൾ ആ ടാസ്കിനകത്ത് നമ്മുടെ റിയാസ് വരെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ നമ്മുടെ ഈ ബിഗ് ബോസ് 8 വേണമെന്ന്. ഇത് രാകേഷിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇതിനകത്തൊരു ടാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് രണ്ടാമത്തെ നിൽക്കുന്ന പെൻഡൻ കിട്ടിയ ആളാണ് നമ്മുടെ രാകേഷ് നന്നായിട്ട് ഈ ടാസ്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആദ്യമേ രാകേഷ് ഇങ്ങനെ ഒരു ഗോപുരം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഒരു കട്ട പോലത്തെ സാധനം ഇതുകൊണ്ട് ഉണ്ടാക്കി വെക്കുമല്ലോ, അതിങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് ഇങ്ങനെ പൊളിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ റിയാസ് പറയുന്നത് അത് മനഃപൂർവ്വം രാകേഷ് കാലുകൊണ്ട് തട്ടിയിട്ടത് ആണ് ആ ഗോപുരം പോലത്തേത്. അത് പൂജയുടെ അതിലേക്ക് വീണ് പൂജയുടെ അത് തകർത്തതിന് ശേഷം വീണ്ടും അത് കെട്ടി ഉയർത്തി നന്നായിട്ട്. അപ്പം ആ സമയത്ത് അത് പൂജക്ക് വീണ്ടും അങ്ങനെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് പൂജ ഔട്ട് ഹൗസിലോട്ട് പൂജനെ തള്ളിയിടാൻ വേണ്ടിയിട്ട് രാകേഷ് മനഃപൂർവ്വം കാണിച്ചൊരു പരിപാടിയായിട്ടാണ് റിയാസ് പറയുന്നത്. അത് നമ്മുടെ റിയാസ് തമാശക്ക് ഒരു ബാലിഷ്യത്തിലുള്ള രീതിയിലുള്ള ഒരു കുട്ടിത്ത രീതിയിലാണ് പുള്ളിയുടെ പറച്ചിലെന്ന് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രാകേഷ് തന്നെ അത് കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് എന്തോ ഈ പറയുന്നത്, ശരിയാണോ, ഇതെന്താണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് രാകേഷ് ഇങ്ങനെ അതിശയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ സംഭവമൊന്നുമില്ല, ഇതൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം നല്ല രീതിക്ക് തന്നെ രാകേഷ് കളിച്ചിട്ടുണ്ട്. രാകേഷിനെ പോലുള്ള ആൾ നമ്മുടെ ഈ ബിഗ് ബോസിനകത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇടയിലുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. കാരണം രാകേഷ് ഒരു കാർപ്പൻ്റർ ആണല്ലോ. അപ്പോൾ ഇതുപോലുള്ളൊരു ജോലി, കാർപ്പൻ്ററായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ ഇതിനു മുമ്പ് നമ്മുടെ ബിഗ് ബോസിൽ പലതരത്തിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരാൾ വന്നിട്ടില്ല. അപ്പം ഓരോ ഫീൽഡിൽ ഓരോ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നല്ല കഴിവുള്ളവരായിരിക്കും. ഇപ്പോൾ കാർപ്പൻ്റർ എന്ന് പറയുന്നൊരു ജോലി എന്തോരം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു കല പോലെയാണല്ലോ. നമുക്കൊരു ഒരിതുള്ള ഒരാൾക്ക് മാത്രമേ നല്ല രീതിക്ക് അതൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ രാകേഷ് ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തതിനകത്ത് വളരെ നന്നായിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഒട്ടും അതിൽ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പുള്ളിക്കാരൻ നന്നായിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം.